എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ HP-യുടെ ലേസർജെറ്റ് പ്രിൻ്ററായ HP P1008 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു ബ്രൗസറിൽ ഞാൻ ഗൂഗിളിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തു. അവിടെ HP LaserJet P1008 ഡ്രൈവർ എന്നുള്ളത് ടൈപ്പ് ചെയ്താണ്ട് സെർച്ച് എന്നുള്ളത് കൊടുത്തു. നമ്മളിവിടെ സെർച്ച് എന്നുള്ളത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് HP-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ കഴിയും. അപ്പോൾ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ല, നമ്മൾ support.hp.com എന്നുള്ള ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ക്ലിക്ക് ചെയ്തപ്പം ഇപ്പോൾ വന്നത് HP-ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡലും ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് എൻ്റേത് വിൻഡോസ് 10 64 ബിറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ അത് സെറ്റ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇനി ബേസിക് ഡ്രൈവർ എന്നുള്ള അവിടെ പോയിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യാനാണ് ഉണ്ടാവുക. ഒന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ നമുക്ക് ഡൗൺലോഡിങ് നടക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഒന്ന് വെയിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഞാനത് ഡൗൺലോഡ് ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. എൻ്റെ സിസ്റ്റം കുറച്ച് ചെറിയ ഹാങ്ങിങ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ഒന്ന് ചോദിക്കും. ഇത് ചില സിസ്റ്റത്തിൽ ഇങ്ങനെ കമാൻഡ് ഒന്നും ചോദിച്ചോളണമെന്നില്ല. അത് ഓരോ വിൻഡോസിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ചില വിൻഡോസിൽ ഇതേപോലെ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അത് നമ്മൾ ജസ്റ്റ് യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയൽ ഇൻസ്റ്റാളേഷൻ നടക്കാൻ പോവുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടില്ലേ, എക്സ്ട്രാക്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റിംഗ് നടന്ന് ഇതേപോലെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ ഐ അക്സെപ്റ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സിംഗ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡിനനുസരിച്ച് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ നടക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം പിടിച്ചിട്ടായിരിക്കും ഇതേപോലെ ഇൻസ്റ്റാളിങ് നടക്കുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുതിയൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ഫിനിഷ് കൊടുത്താണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്നാൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആയിക്കോളും.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എടുത്തു. ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഈ ലിസ്റ്റിൽ കാണിക്കുന്നതാണ്. താഴെ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതൊന്ന് ലോഡിങ് ആയതിന് ശേഷം നമ്മൾ മുകളിലുള്ള പ്രിൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, കണ്ടില്ലേ? ഇപ്പോൾ നമ്മളെ പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൺട്രോൾ പാനലൊന്ന് ക്ലോസ് ചെയ്ത് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ HP LaserJet P1008 എന്നുള്ള രീതിയിൽ നമ്മളെ പ്രിൻ്റേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരും. പ്രിൻ്ററിൻ്റെ പേരിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ ഞെക്കി അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു പുതിയ ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് താഴെ കാണാൻ കഴിയും പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രിൻ്ററിൽ പിക്കപ്പ് ട്രയൽ ഞാനൊരു A4 പേപ്പർ വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അത് കാര്യമാക്കേണ്ട, ജസ്റ്റ് ക്ലോസ് എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്ന് കൊടുത്തപ്പോൾ പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻ്റ് ചെയ്താണ്ട് ഇതാ പുറത്തോട്ട് വരാൻ പോകുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.